ശരി, സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലൊക്കെ ഒരു വിവാദം ഉണ്ടായപ്പോൾ എല്ലാ സ്റ്റാർട്ടപ്പുകളും എങ്ങനെയാണ്, അതിന്റെ സ്വഭാവം എന്തെന്നൊക്കെ പിന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൽ മുറുക്കാൻ കടകളടക്കം ചെറിയ ചെറിയ തട്ടുകടകളടക്കം ഈ സ്റ്റാർട്ടപ്പുകളായി നിങ്ങൾ പറയുകയായിരുന്നു. അതിൻ്റെയൊക്കെ സാങ്കേതികത്വത്തിലേക്കും കാര്യങ്ങളിലേക്ക് വിശദമായി പോകുമ്പോൾ ഈ കണക്ക് എത്രത്തോളം ആധികാരികമാണെന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. ഞാൻ വരാം. താങ്കൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുമല്ലോ. പൂർത്തിയാക്കോളൂ. ഒറ്റ കാര്യം പറയാം, ഒറ്റ വാചകം. ഈ MSME സ്റ്റാർട്ടപ്പുകൾ പുതുതായിട്ട് ആരംഭിക്കുന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് കേരള ഗവൺമെന്റിന്റെ സംരംഭകത്വം, ആ നയം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങളെല്ലാം ഇതിന്റെ വാർത്ത കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണല്ലോ. ഏത് ചെറിയ സംരംഭമായാലും MSME നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ഒരു സംരംഭകൻ വന്നാൽ ആ സംരംഭകത്വത്തിന് അംഗീകാരം കൊടുത്ത് നിയമപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുമ്പോൾ അതൊരു ഒരു സംരംഭമായി മാറി. അത്തരത്തിൽ 3,53,193 സംരംഭങ്ങളും അതിന്റെ ഭാഗമായി 7,49,912 തൊഴിലവസരങ്ങളും ഈ കേരളത്തിലുണ്ടായി. ഈ തൊഴിൽ കിട്ടിയവർക്കും സംരംഭം ആരംഭിച്ചവർക്കും ഒന്നും പരാതിയില്ല. പരാതിയുള്ളത് UDF-നാണ്, വലതുപക്ഷത്തിനാണ്, BJP-ക്കാണ്. അവർ പരാതി ഉന്നയിച്ചോട്ടെ. ഈ രാജ്യത്തെ ജനങ്ങൾ, സംസ്ഥാനത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു പോകുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങളും ജനങ്ങളുടെ പരാതികളും ജനങ്ങളുടെ സമരവും ഒക്കെ കേരളം ഇപ്പോഴും കാണുന്നുണ്ട്. അത് പ്രതിപക്ഷം നടത്തുന്ന സമരം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാവുന്ന സമരങ്ങളുമല്ല. ഒരു പ്രതിപക്ഷ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒരു ആശാസമരം അപ്പുറത്ത് നടക്കുന്നുണ്ടല്ലോ. പിന്തുണ അറിയിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ സമരം അവർ നടത്തുന്ന സമരമല്ല, അവർ ഒറ്റയ്ക്ക് നടത്തുന്ന, കുറേ സ്ത്രീകൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരമാണല്ലോ ആശാസമരം. ആ സമരം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ നിയമന നിരോധനം മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ, അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. PSC ലിസ്റ്റിൽ പേര് വരാതെ അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടാതെ എത്ര സ്ത്രീകളാണ് അവിടെ സമരം ഇരുന്നത്, അതും സഹന സമരം. ഓരോ ദിവസം ഓരോ രൂപത്തിലുള്ള സഹന സമരം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയല്ലോ വേണ്ടത്. ഈ വിഷയങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്ത് വേണ്ടേ പോകാൻ. നിങ്ങളൊരു വലിയ കണക്കുകൾ പറയുമ്പോൾ നിങ്ങളിങ്ങനെ കണക്കുകൾ എഴുതി വെക്കുകയാണ്. അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടാമല്ലോ. നിങ്ങൾ ഈ പറയുന്ന കണക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഡോക്യുമെന്റ് തിരിച്ചു കാണിക്കുന്നത്? നിങ്ങൾ തന്നെ പരീക്ഷ എഴുതുക, നിങ്ങൾ തന്നെ മാർക്ക് ഇടുക. അതാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട്. നിങ്ങൾക്ക് മാർക്ക് ഇടേണ്ടത് ജനങ്ങളാണല്ലോ. നിങ്ങൾ തന്നെ പ്രോഗ്രസ് ആയി എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുകയാണ്. അത് തെറ്റായ പ്രയോഗമാണ്. ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നു, ശരി. പക്ഷെ മാർക്ക് ഇടുന്നത് ഞങ്ങളല്ല. 2020 ഡിസംബർ മാസം 16-ാം തീയതി ഈ കേരളത്തിലെ ജനങ്ങൾ മാർക്കിട്ടു. ആ മാർക്കിട്ടപ്പോൾ 6 കോർപ്പറേഷനിൽ 5 ഞങ്ങൾ. 2024 നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന എപ്പോഴാണ്? ലോക്സഭയിലെ വമ്പൻ തോൽവിക്ക് ശേഷമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷമാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതെന്താ മറക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ, ഈ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമുക്കറിയാം. പക്ഷേ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാർക്ക് ഇടുന്നത് ജനങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പുകളും ഇതിനിടയ്ക്ക് കടന്നുപോയല്ലോ, അതും ഒരു വിലയിരുത്തലല്ലേ? അതെ, ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആധികാരികമായ വിജയം LDF-നായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റും ഞങ്ങളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെ തന്നെ ഭദ്രമായിട്ടിരിക്കുകയാണ്. അങ്ങ് PSC-യുടെ കണക്ക് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയട്ടെ. ഈ കഴിഞ്ഞ കൃത്യമായി 2016 ശേഷം 2,80,15 പേർക്കാണ് ഈ കേരളത്തിൽ PSC നിയമനം വഴി ജോലി കിട്ടിയത്. അത് ഈ രാജ്യത്ത് നടക്കുന്ന PSC നിയമനത്തിന്റെ 42%. കണക്ക് വേണമെങ്കിൽ സംസ്ഥാനം തിരിച്ച് കണക്ക് ഞാൻ അങ്ങേക്ക് തരാം. അതായത് രാജ്യത്ത് നടക്കുന്ന PSC നിയമനത്തിന്റെ 42% ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കിട്ടാത്തവരുണ്ടാകും. ആ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ. ഉള്ള ഒഴിവ് പ്രകാരവും അതുപോലെ തന്നെ കാലാവധി പ്രകാരമാണ് ജോലി കിട്ടുക. എല്ലാവർക്കും PSC പരീക്ഷ എഴുതി ജോലി കിട്ടേണ്ട ഈ സർക്കാരിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്നുള്ളത് പിൻവാതിൽ നിയമനമാണല്ലോ. അതെ, ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഹൈക്കോടതി അന്ന് പറഞ്ഞ വാചകം ഉണ്ടല്ലോ, രേഖ. ആ രേഖയ്ക്ക് പിന്നിൽ ഡേറ്റ, സത്യസന്ധത, വസ്തുത. എത്ര തവണ ഹൈക്കോടതി പോയി? ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പരമോന്നത കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രമാണ്, കേരളത്തിന്റെ ഹൈക്കോടതിയാണ്. എത്ര തവണ കയറി ഇറങ്ങി ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ഒരു ആരോപണം ശരിവെക്കാൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ആർക്കും നടന്നിട്ടില്ല എന്ന അവകാശവാദമാണ് ഇപ്പോൾ അരുൺകുമാർ നടത്തുന്നത്.
അപ്പോൾ എല്ലാ തരത്തിലും നേരത്തെ എം വി ഗോവിന്ദൻ പ്രതികരിച്ചതുപോലെ ഉത്സവാന്തരീക്ഷം കേരളത്തിലാകെ ഉത്സവമാണ്. പക്ഷേ നമ്മൾ ദേശീയപാതയിലെ വലിയ വിള്ളലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദേശീയപാത, അതായത് വിള്ളലുകൾ വന്ന ദേശീയപാത കൂടി അഭിമാന നേട്ടമായി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുള്ള തുടക്കത്തിൽ തന്നെ, ആ റിപ്പോർട്ടിൽ തുടക്കത്തിൽ തന്നെ ദേശീയപാതയും നിങ്ങളുടെ നേട്ടമായി പറയുകയാണ്. അതെ, കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ദേശീയപാത ഈ കേരളത്തിൽ വരാൻ കാരണം UDF ഉപേക്ഷിച്ച് പത്രസമ്മേളനം നടത്തി ഇനി നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച ദേശീയപാത അതോറിറ്റി ഓഫീസ് മുഴുവൻ പൂട്ടി താക്കോലുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചുപോയ പദ്ധതി, ആ പദ്ധതിയെ തിരിച്ചു കൊണ്ടുവരാൻ 25% സംസ്ഥാന ഖജനാവിൽ നിന്നെടുത്ത പണമെടുത്ത് വിനിയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ദേശീയപാത ഇന്ന് കാണുന്ന ഏകദേശം 60% ദേശീയപാത എന്ന് പറയുമ്പോൾ റോഡില്ല എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അരുൺകുമാർ, മന്ത്രി പൊതുമരാമത്ത് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെയാണ്. പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞോട്ടെ, പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടല്ലല്ലോ, നമ്മൾക്കിപ്പോൾ ദേശീയപാതയെ വിള്ളലാണല്ലോ കാണുന്നത്. ആ പ്രദേശത്തെ ആളുകളുടെ ആശങ്കയാണല്ലോ കാണുന്നത്. അത് ഒരു സ്ഥലത്ത്, 2 സ്ഥലത്ത്, 3 സ്ഥലത്ത് എന്ന നിലയ്ക്കല്ല, വിവിധ ഭാഗങ്ങളിൽ വടക്കോട്ട് അങ്ങോട്ട് മുഴുവൻ ആ രൂപത്തിലാണ്. ഇന്ന് ഞങ്ങൾ ഒരു ലൈവത്തോൺ ചെയ്തു 2 മണി മുതൽ 4 മണി വരെ. വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത കടന്നു പോകുന്ന വിവിധ ഭാഗങ്ങളിൽ മല തുറന്നതിൻ്റെ രൂപം കുത്തനെ ചെത്തിയെടുത്തിരിക്കുകയാണ്. ഏതു സമയവും ഇടിഞ്ഞു പോകാൻ, തൊട്ടാൽ ആ മണ്ണ് അടർന്നു പോവുകയാണ്. മഴ പെയ്താൽ എന്തും സംഭവിക്കാം. അതിന് താഴെയുള്ള ചെറിയ റോഡ്, ആ റോഡിലേക്ക് മണ്ണ് വീഴുന്നു, വെള്ളം വീഴുന്നു. ആ വീടുകളിലുള്ളവർ നിരവധി തവണ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് മന്ത്രി പറയുന്നത് ഞാൻ അവലോകനം നടത്തുന്നു, അവിടെ പോയി ഓരോ സ്ഥലത്തിലും സൈറ്റ് വിസിറ്റ് നടത്തുന്നു എന്നാണല്ലോ. ആ സൈറ്റ് വിസിറ്റിൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന പിഴവുകളാണ്. അതിലെന്തു ചെയ്തു എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഞങ്ങളിത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഈ ചോദ്യം. അതെ, ഇപ്പൊ അതിലേക്ക് വന്നല്ലോ. ബാക്കി എല്ലാ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞതാണ്, അതിന്റെ ഒന്നും ഡാറ്റ ഇല്ല. നിങ്ങൾ അവകാശപ്പെടുന്നു, നിങ്ങൾ കുറെ കണക്ക് പറയുന്നു. അല്ല, ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത്യാവശ്യം പത്രം വായിച്ചു പോകുന്ന എല്ലാവർക്കും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്ന ഡേറ്റ കൃത്യമായിട്ടുണ്ട്. നിയമനത്തിന്റെ കാര്യത്തിലായാലും, പെൻഷൻ കിട്ടുന്നതിന്റെ കാര്യത്തിലായാലും, ചികിത്സ കിട്ടുന്ന കാര്യത്തിലായാലും, അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിലായാലും ഏത് ഡേറ്റയാണ് സ്മൃതിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അത് അയച്ചു തരാം. Debate with Smriti Parathikkad.